മരണം ജീവിതത്തിന്റെ അവസാനമാണ്, അതോ മറ്റൊരു ലോകത്തേക്കുള്ള വാതിലോ? നമ്മെ വിട്ടുപിരിഞ്ഞ പ്രിയപ്പെട്ടവർ ഇപ്പോഴും നമുക്ക് ചുറ്റുമുണ്ടോ? പലപ്പോഴും നമ്മൾ അറിയാതെ പോകുന്ന ചില ആത്മീയ സൂചനകളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. മരണാനന്തര ജീവിതത്തെക്കുറിച്ചും ആത്മാവിനെക്കുറിച്ചുമുള്ള ചോദ്യങ്ങൾ മനുഷ്യരാശി ഇന്നും ചർച്ച ചെയ്യുന്ന ഒന്നാണ്. ഹിന്ദു പുരാണങ്ങളിലും ഉപനിഷത്തുകളിലും ആത്മാവിനെക്കുറിച്ചും മരണാനന്തര അവസ്ഥയെക്കുറിച്ചും വളരെ വ്യക്തമായി കാഴ്ചപ്പാടുകളുണ്ട്. ശരീരം എന്നത് വെറും ഒരു പുറംചട്ടം മാത്രമാണ് എന്നും ആത്മാവ് നിത്യമാണെന്നുമാണ് ഇതിന്റെ കാതൽ. ഹിന്ദുധർമ്മമനുസരിച്ച് ഇതിനെ പ്രധാനമായും ഇനി പറയുന്ന രീതിയിലാണ് തിരിച്ചറിയപ്പെടുന്നത്. ഒന്നാമത് ആത്മാവിന്റെ നിത്യതയാണ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ ആത്മാവിനെക്കുറിച്ച് വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട്. നൈനം ചിന്തന്തി ശാസ്ത്രാണി നൈനം ദഹതി പാവകഃ. ആത്മാവിനെ ആയുധങ്ങൾ കൊണ്ട് മുറിവേൽപ്പിക്കാനോ തീ കൊണ്ട് ദഹിപ്പിക്കാനോ വെള്ളം കൊണ്ട് നനയ്ക്കാനോ കഴിയുകയില്ല. പഴകിയ വസ്ത്രങ്ങൾ ഉപേക്ഷിച്ച് പുതിയവ ധരിക്കുന്നത് പോലെ ആത്മാവ് ഒരു ശരീരത്തിൽ നിന്ന് മറ്റൊരു ശരീരത്തിലേക്ക് മാറുന്നു എന്ന് ഗീത പഠിപ്പിക്കുന്നു. ഹിന്ദു പുരാണങ്ങൾ അനുസരിച്ച് മനുഷ്യന് 3 തരം ശരീരങ്ങളുണ്ട്: സ്ഥൂലം, സൂക്ഷ്മം, കാരണം. സ്ഥൂല ശരീരം നമ്മൾ കാണുന്ന ഭൗതിക ശരീരമാണ്. മരണത്തോടെ ഇത് നശിക്കുന്നു. സൂക്ഷ്മ ശരീരം മനസ്സ്, ബുദ്ധി, അഹങ്കാരം എന്നിവ അടങ്ങുന്ന ശരീരമാണ്. മരണശേഷം ആത്മാവ് ഈ സൂക്ഷ്മ ശരീരത്തോടൊപ്പമാണ് സഞ്ചരിക്കുന്നത്. മൂന്നാമതായി കാരണ ശരീരം. കർമ്മഫലങ്ങൾ സൂക്ഷിച്ചു വെക്കുന്ന ഇടമാണ് ഇത്. മരണശേഷം ആത്മാവ് നമ്മുടെ കൂടെ ഉണ്ടോ എന്ന ചോദ്യത്തിന് പുരാണങ്ങൾ പറയുന്നത് ഒരാളുടെ വാസനകളും കർമ്മഫലങ്ങളും പൂർത്തിയാകുന്നത് വരെ ആത്മാവ് പ്രപഞ്ചത്തിൽ നിലനിൽക്കുമെന്നാണ്. ഇനി ഗരുഡ പുരാണത്തെ പറ്റിയാണ് പറയുന്നത്. മരണാനന്തര ചടങ്ങുകളെക്കുറിച്ചും ആത്മാവിന്റെ യാത്രയെക്കുറിച്ചും ഏറ്റവും കൂടുതൽ പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണിത്. മരണശേഷം ആത്മാവ് യമപുരിയിലേക്ക് പോകുന്നതായും അവിടെ വെച്ച് കർമ്മഫലങ്ങൾക്കനുസരിച്ച് ശിക്ഷകളോ അല്ലെങ്കിൽ സ്വർഗാനുഭവങ്ങളോ ലഭിക്കുമെന്നും ഇതിൽ വിവരിക്കുന്നു. പിന്നീട് പുനർജന്മത്തിലൂടെ മറ്റൊരു ശരീരത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നു. ഇനി പിതൃക്കളുടെ സാന്നിധ്യം എങ്ങനെയാണെന്ന് നോക്കാം. മരിച്ചുപോയ പ്രിയപ്പെട്ടവർ പിതൃക്കൾ എന്ന രൂപത്തിൽ നമ്മെ സംരക്ഷിക്കുന്നു എന്നാണ് വിശ്വാസം. അതുകൊണ്ടാണ് കർക്കിടക വാവ് പോലുള്ള സമയങ്ങളിൽ ബലിതർപ്പണം നടത്തുന്നത്. ഈ ചടങ്ങുകൾ വഴി ആത്മാവിന് ശാന്തി ലഭിക്കുമെന്നും അവർ നമ്മെ അനുഗ്രഹിക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നു. ചുരുക്കത്തിൽ ഹിന്ദു ദർശനം അനുസരിച്ച് ആത്മാവ് മരിക്കുന്നില്ല. അത് പ്രപഞ്ചത്തിന്റെ ഭാഗമായ പരമാത്മാവിൽ ലയിക്കുന്നത് വരെ പല രൂപങ്ങളിൽ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. പ്രിയപ്പെട്ടവരുടെ സാന്നിധ്യം അനുഭവപ്പെടുന്നത് അവരുടെ ആത്മീയമായ ഊർജം നമ്മോടൊപ്പം ഉള്ളതുകൊണ്ടാണ് എന്നും പുരാണങ്ങൾ വിശ്വസിക്കുന്നു. ആത്മാവ് അല്ലെങ്കിൽ മരിച്ചുപോയ പ്രിയപ്പെട്ടവരുടെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവർ ചില പ്രത്യേക സൂചനകളെ അതിനോട് ചേർത്ത് വായിക്കാറുണ്ട്. ആത്മീയമായും മനഃശാസ്ത്രപരമായും ഇതിനെ പല രീതിയിൽ വ്യാഖ്യാനിക്കാം. വിശ്വാസങ്ങൾ അനുസരിച്ച് ആ സാന്നിധ്യം തിരിച്ചറിയാൻ സഹായിക്കുന്ന ചില സാധാരണമായ സൂചനകളാണ് ഇനി ഞാൻ പറയുന്നത്. ഗന്ധമാണ് ഒന്നാമതായി. അപ്രതീക്ഷിതമായി പ്രിയപ്പെട്ടവർ ഉപയോഗിച്ചിരുന്ന പെർഫ്യൂമിന്റെയോ അവർക്ക് ഇഷ്ടപ്പെട്ട പൂക്കളുടെയോ അല്ലെങ്കിൽ അവർ സ്ഥിരമായി ഉപയോഗിച്ചിരുന്ന ഏതെങ്കിലും വസ്തുക്കളുടെയോ മണം അനുഭവപ്പെടുന്നത് ആത്മാവിന്റെ സാന്നിധ്യമായിട്ടാണ് പലരും വിശ്വസിക്കുന്നത്. രണ്ടാമതായി സ്വപ്നമാണ്. മരിച്ചുപോയവർ സ്വപ്നത്തിൽ വരികയും നമ്മോട് സംസാരിക്കുകയോ നമ്മെ ആശ്വസിപ്പിക്കുകയോ ചെയ്യുന്നത് ആത്മീയമായി വലിയ പ്രാധാന്യമുള്ള ഒന്നാണ്. ഇത് കേവലം ഓർമ്മകൾ മാത്രമല്ല, അവർ നമുക്ക് നൽകുന്ന സന്ദേശമാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇനി വൈദ്യുത ഉപകരണങ്ങളിലെ മാറ്റങ്ങളാണ്. ബൾബുകൾ മിന്നുക, TV തനിയെ ഓണാവുകയോ ഓഫാവുകയോ ചെയ്യുക, അല്ലെങ്കിൽ ഫോണിൽ അപ്രതീക്ഷിതമായി ചില മാറ്റങ്ങൾ കാണുക എന്നിവ ആത്മാക്കൾ തങ്ങളുടെ സാന്നിധ്യം അറിയിക്കാൻ ഉപയോഗിക്കുന്ന വഴികളാണെന്നാണ് ചിലർ കരുതുന്നത്.
ഊർജ രൂപത്തിലുള്ള ആത്മാക്കൾക്ക് വൈദ്യുതിയെ സ്വാധീനിക്കാൻ കഴിയുമെന്ന വിശ്വാസത്തിൽ നിന്നാണ് ഇത് വരുന്നത്. വസ്തുക്കളുടെ സ്ഥാനമാറ്റമാണ് ഇനി പറയുന്നത്. നമ്മൾ വെച്ചെടുത്ത് നിന്ന് വസ്തുക്കൾ മാറിക്കിടക്കുകയോ അല്ലെങ്കിൽ കാണാതായ ചില സാധനങ്ങൾ പെട്ടെന്നൊരിടത്ത് പ്രത്യക്ഷപ്പെടുകയോ ചെയ്യുന്നത് അവർ നമുക്ക് നൽകുന്ന സൂചനകളായിട്ട് കരുതുന്നവരുണ്ട്. പെട്ടെന്നുണ്ടാകുന്ന താപനിലയിലെ വ്യതിയാനം, മുറിക്കുള്ളിൽ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു തണുപ്പ് അനുഭവപ്പെടുകയോ അല്ലെങ്കിൽ ഒരു കാറ്റ് വീശുന്നത് പോലെ തോന്നുകയോ ഒക്കെ ചെയ്യുന്നത് ആത്മീയ സാന്നിധ്യത്തിന്റെ ലക്ഷണമായിട്ടാണ് പറയുന്നത്. ഈ പക്ഷികളും മൃഗങ്ങളുമാണ്. ഉദാഹരണത്തിന് കാക്ക, പ്രാവ് എന്നിവ അസാധാരണമായ രീതിയിൽ നമ്മുടെ അടുത്ത് വരികയോ പെരുമാറുകയോ ചെയ്യുന്നത് പിതൃക്കളുടെ സാന്നിധ്യമാണെന്ന് ഭാരതീയ വിശ്വാസങ്ങളിൽ പ്രധാനമാണ്. അതുപോലെ വീട്ടിലെ വളർത്തുമൃഗങ്ങൾ ശൂന്യമായ ഒരിടത്തേക്ക് നോക്കി നിൽക്കുകയോ വാലാട്ടുകയോ ചെയ്യുന്നത് നമ്മൾ കാണാത്ത ചിലതിനെ അവർ കാണുന്നു എന്നതിന്റെ സൂചനയായി കണക്കാക്കപ്പെടുന്നു. മരിച്ചുപോയ പ്രിയപ്പെട്ടവരെ സ്വപ്നം കാണുന്നത് മിക്കവാറും ആളുകളിലും വലിയ വൈകാരികമായ ചലനങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണ്. ആത്മീയമായും മനഃശാസ്ത്രപരമായും ഇതിനെ വ്യത്യസ്ത രീതിയിൽ കാണാം. പൊതുവെ മരിച്ചുപോയവരെ സ്വപ്നം കാണുന്നത് നല്ലതായിട്ടാണ് കരുതപ്പെടുന്നത്. ഇതിന് ചില പ്രധാന കാരണങ്ങൾ ഇനി ഞാൻ പറയാം. ആത്മീയമായ കാഴ്ചപ്പാടിൽ നോക്കുകയാണെങ്കിൽ, സ്പിരിച്വൽ വ്യൂവിൽ നോക്കുകയാണെങ്കിൽ, വിസിറ്റേഷൻ ഡ്രീംസ് മരിച്ചുപോയവർ നമ്മൾ സന്ദർശിക്കാനും ആശ്വസിപ്പിക്കാനും വരുന്നു എന്നാണ് പല വിശ്വാസങ്ങളും പറയുന്നത്. അവർ സമാധാനത്തോടെ ഇരിക്കുന്നു എന്ന് നമ്മെ അറിയിക്കാനാണ് അവർ വരുന്നത് എന്ന് കരുതപ്പെടുന്നു. ചിലപ്പോൾ വരാനിരിക്കുന്ന ചില തടസ്സങ്ങളെക്കുറിച്ച് സൂചന നൽകാനോ അല്ലെങ്കിൽ നമ്മൾ എടുക്കാൻ പോകുന്ന ഒരു തീരുമാനത്തിൽ വഴി കാട്ടാനോ അവർ സ്വപ്നത്തിൽ വരാം. പ്രിയപ്പെട്ടവർ ചിരിച്ചുകൊണ്ടോ സന്തോഷത്തോടെയോ സ്വപ്നത്തിൽ വരുന്നത് അവരുടെ അനുഗ്രഹം നമ്മോടൊപ്പം ഉണ്ട് എന്നതിന്റെ സൂചന ആണ്. ചുരുക്കത്തിൽ, മരിച്ചുപോയവരെ സ്വപ്നം കാണുന്നത് ഭയപ്പെടേണ്ട ഒന്നല്ല, മറിച്ച് നിങ്ങളും അവരും തമ്മിലുള്ള ആഴത്തിലുള്ള ബന്ധത്തിന്റെ അടയാളമാണത്. ഇതൊക്കെ മനസ്സിന്റെ തോന്നലാണോ അതോ ആത്മീയമായ സത്യമാണോ എന്നത് ഓരോരുത്തരുടെയും വിശ്വാസമാണ്. എങ്കിലും ഈ ലക്ഷണങ്ങൾ നൽകുന്ന ആശ്വാസം വളരെ വലുതാണ്. നിങ്ങൾക്കും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.